ഹായ്. ഇത് പൈത്തണിലെ ഫങ്ഷൻസിലെ ഈ രണ്ടാം ഭാഗമാണ്. അപ്പോൾ അതിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി 4 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന് ആർബിട്രറി കീവേഡ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ കെ വർക്ക്സ് എന്ന് പൊതുവെ പറയും. 2 ഡിഫോൾട്ട് പാരാമീറ്റർ വാല്യൂ. 3 ഹൗ ടു പാസ് ലിസ്റ്റ് ആസ് ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ്. പിന്നെ നമ്മൾ ഈഫിലൊക്കെ ചെയ്തിട്ടുള്ള പോലെ തന്നെ പാസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഫങ്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഒന്നാമത്തെ നോക്കാം. ആദ്യം ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നെയിമിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഫുൾ നെയിം കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ എഴുതുന്നത്. ഇത് എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് നമ്മൾ ഫുൾ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഫംഗ്ഷൻ്റെ റിട്ടേൺ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പിന്നെ അത് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചതിന് ശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് നെയിം ഇവിടെ പ്രിൻ്റ് ആയിരിക്കുന്നതാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അൺനോൺ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് വരുവാണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റാർ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡബിൾ സ്റ്റാറാണ്. ആർഗ്യുമെൻറ്റ്സിൽ ഡബിൾ സ്റ്റാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും ഇതിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആർഗ്യുമെൻറ്റ്സ് ആക്സസ് ചെയ്യുന്നത് നേരത്തെ യൂസ് ചെയ്ത പോലെ ഇൻഡെക്സ് അല്ല, പകരം ഡിക്ഷണറി ആയിട്ടാണ്. അതാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഓഫ് നെയിം. ഇത് ഇവിടെ കൊടുക്കുന്ന നെയിം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പാസ് ചെയ്യുന്ന പാരാമീറ്ററിൻ്റെ നെയിമാണ്. ഈ നെയിം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ്റെ അകത്തേക്ക് വാല്യൂസ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നെയിം നമുക്കിവിടെ എത്ര എണ്ണം വേണമെങ്കിലും പാസ് ചെയ്യാവുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഡമ്മി വാല്യൂ കൊടുത്താലും ഈ കോഡ് വർക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ആക്സസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മുടെ ഈ ലിസ്റ്റിൽ ഇല്ലാത്തതാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നതല്ല. ഇപ്പോൾ നമുക്ക് എറർ അടിച്ചിരിക്കുന്നതാണ്. കാരണം ഇവിടെ നമ്മൾ ലാസ്റ്റ് നെയിം 2 ആണ് ഞാൻ സ്പെല്ലിംഗ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നെയിം ഈ ഒരു ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സിൽ എവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ എറർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുവെ ഇങ്ങനെ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ആർബിട്രറി കീവേഡ് ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ അതിന് പൈത്തണിൽ ഷോർട്ടായിട്ട് KWRs അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് മുൻകൂട്ടി എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് അറിയില്ലാത്തൊരു സിറ്റുവേഷനിൽ നെയിം വെച്ച് ആക്സസ് ചെയ്യാൻ ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതുപോലെ നമുക്ക് ഈ ഫങ്ഷൻ ഇവിടെ എത്ര തവണ വേണമെങ്കിലും കോൾ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫങ്ഷന് വീണ്ടും വിളിക്കുന്നതാണ്. നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം.
രണ്ടാമത്തെ ഫങ്ഷനാണ് പ്രിൻ്റ് ആയിരിക്കുന്നത്. നമുക്കിത് അറ്റ് എ ടൈം 2 പാനൽ ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. രണ്ട് വാല്യൂസും പ്രിൻ്റ് ആയിരിക്കുന്നതാണ് കാണുന്നത്. ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റീയൂസബിലിറ്റിയാണ്. നമുക്ക് ഫംഗ്ഷൻ ഒരു തവണ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഇൻപുട്ട് നമുക്ക് ഓരോ തവണ കോൾ ചെയ്യുമ്പോഴും ഇൻപുട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. അതാണ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഇൻപുട്ടിനനുസരിച്ചായിരിക്കും ഫംഗ്ഷൻ അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കാം. അതായത് ഡിഫോൾട്ട് പാരാമീറ്റർ വാല്യൂ. ഫംഗ്ഷനിൽ എന്താണ് ഡിഫോൾട്ട് പാരാമീറ്റർ വാല്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. പേഴ്സൺ ഇൻഫോ എന്ന നെയിം കൊടുക്കുന്നു. അപ്പോൾ അതിൽ നെയിം എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, കൂടാതെ ഏജ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇവിടെ ഏജ് ഈക്വൽ ടു 18 എന്നാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഫംഗ്ഷൻ പാരാമീറ്ററിൽ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്നതാണ് ഡിഫോൾട്ട് പാരാമീറ്റർ വാല്യൂ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഒന്ന് വിളിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ നെയിം ഈക്വൽ ടു ജോസഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏജ് എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ വാല്യൂ ഞാനിവിടെ പാസ് ചെയ്തിട്ടില്ല. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ജോസഫ് 18 എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നതിന് നമ്മളൊരു ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുള്ള കേസിൽ നമുക്ക് ആ പാരാമീറ്റർ ഇവിടെ കൊടുക്കണം എന്നുള്ള കാര്യം മസ്റ്റ് അല്ല. നമ്മളൊരു വാല്യൂ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഏജ് എന്ന് പറഞ്ഞ പാരാമീറ്ററിലുള്ള ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും അത് എടുക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളവിടെ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഏജ് എന്ന് പറയുന്ന വാല്യൂ ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞാണ്, ഞാനൊന്ന് പറയുന്നതാണ്. ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ട്രിംഗ് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് ഈ കാണുന്നത് str of എന്ന് പറഞ്ഞ്. നമ്മളിപ്പോൾ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ എറർ അടിക്കുന്നതാണ്. നമുക്കത് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതൊരു എറർ അടിച്ചു, കാരണം ഏജ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ഇൻറ്റീജർ വാല്യൂവിനെ ഡയറക്റ്റ്ലി നമുക്ക് സ്ട്രിംഗ് ആയിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ നമ്മൾ ഒന്നുകൂടി വിളിക്കുകയാണ് മറ്റൊരു വാല്യൂ കൊടുത്തുകൊണ്ട്. നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കേസിൽ ഞാൻ ഏജ് ഈക്വൽ ടു 25 എന്നിവിടെ പാസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് വന്നു 925 എന്ന്. അതായത് നമ്മൾ ഏജിന് ഇതിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആണ് ഡിഫോൾട്ട് പാരാമീറ്റർ വാല്യൂ. ഡിഫോൾട്ട് പാരാമീറ്റർ വാല്യൂവിൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ കൊടുക്കുന്നു. വേറെ വാല്യൂ ഒന്നും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും അത് എടുക്കുന്നത്. അത് ആക്ച്വൽ വാല്യൂ പാസ് ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന വാല്യൂ ആയിട്ട് ഇത് ഓവർ റൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ 25 കൊടുത്തപ്പോൾ 18 പിന്നെ വന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി ഡിഫോൾട്ട് പാരാമീറ്റർ വാല്യൂ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മൂന്നാമത്തെ കാര്യം നോക്കാം. അതായത് പാസിംഗ് ലിസ്റ്റ് ആസ് ആർഗ്യുമെൻറ്റ്സ്. നമുക്ക് നമ്മളിതുവരെ ഒക്കെ ചെയ്തതിൽ ഒരു സിംഗിൾ വാല്യൂ ആയിട്ടായിരുന്നു വാല്യൂസ് എല്ലാം പാസ് ചെയ്തിരുന്നത്.
ഇനി ഒരു ലിസ്റ്റ് എങ്ങനെയാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ലിസ്റ്റിനെ ഇറ്ററേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് പ്രിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ലിസ്റ്റ് വെച്ച് ഒന്ന് കോൾ ചെയ്ത് നോക്കാം ഫംഗ്ഷൻ. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ABC എന്ന് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഒരു ലിസ്റ്റ് നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റിൽ ഒക്കെ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഈസി ആയിട്ട് പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ലിസ്റ്റ് പാസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡാറ്റ ടൈപ്പ് ഡിക്ഷണറിയോ അല്ലെങ്കിൽ സെറ്റ്സോ ഇതേ സെയിം രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അവസാനമായി നമ്മൾ പറയാൻ പോകുന്നത് പാസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റിലും ഫോറിലൊക്കെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും എംപ്റ്റി ആയി ഇതുപോലെ കൊടുക്കാൻ സാധിക്കില്ല. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ എറർ അടിച്ചു, കാരണം ഫംഗ്ഷൻ ഒരിക്കലും എംപ്റ്റി ആവാൻ പാടുള്ളതല്ല. അപ്പോൾ അങ്ങനെ കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാവുന്ന അതിനെ ഓവർകം ചെയ്യാനായിട്ട് കൊടുക്കാവുന്നതാണ് പാസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ പാസ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അതിൽ കണ്ടൻ്റ് ഒന്നും ഇല്ലെങ്കിലും അത് എറർ അടിക്കില്ല. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാസ് സ്റ്റേറ്റ്മെൻറ്റ്. ബേസിക്കലി ഇത്രയാണ് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ചെറിയ ഒരു കമാൻഡ് ലൈൻ അല്ലെങ്കിൽ കൺസോൾ പ്രൊജക്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് റിവ്യൂവും ആവുന്നതാണ്. നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിൽ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കോഡ് ഞാൻ ഇതിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും കോഡ് കണ്ടന്റ് സെക്ഷനിൽ ഇടുന്നതാണ്. പിന്നെ കൂടാതെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ കണ്ടന്റിൽ ആഡ് ചെയ്യുന്നതാണ്.